ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. വീറും വാശിയും നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ കെട്ടടങ്ങും മുൻപ് നിലമ്പൂർ മണ്ഡലം വീണ്ടും പൊതുതെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക്. UDF തിരിച്ചുപിടിച്ച മണ്ഡലത്തിൽ ഭരണം നിലനിർത്താനും പിടിച്ചടക്കാനുമുള്ള തീപാർന്ന പോരാട്ടത്തിലാണ് മുന്നണികൾ. പ്രചരണത്തിന് പരിമിത ദിവസങ്ങൾ മാത്രമുള്ളതിനാൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും മിന്നൽ വേഗത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ്. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതോടെ കളമൊരുങ്ങിയ ഉപതെരഞ്ഞെടുപ്പിൽ CPMലെ M സ്വരാജിനെ 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മലർത്തിയടിച്ച് ആര്യാടൻ ഷൌക്കത്തിലൂടെ UDF മണ്ഡലം തിരിച്ചുപിടിച്ചു. സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ 19,760 വോട്ടുകൾ നേടി കരുത്ത് തെളിയിച്ചു. പ്രചരണത്തിന് പരിമിത ദിവസങ്ങൾ മാത്രമേയുള്ളൂ എന്നതിനാൽ മുന്നണികൾ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള തത്രപ്പാടിലാണ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ U ഷറഫലി LDF സ്ഥാനാർത്ഥിയായും സിറ്റിംഗ് MLA ആര്യാടൻ ഷൌക്കത്ത് UDF സ്ഥാനാർത്ഥിയായും BDJA സംസ്ഥാന സമിതി അംഗം ഗിരീഷ് മേക്കാട് NDA സ്ഥാനാർത്ഥിയുമായാണ് മത്സരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തിന്റെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച അപ്രമാദിത്വത്തിന്റെയും ആത്മവിശ്വാസത്തിലാണ് UDF. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമല്ല മണ്ഡലത്തിൽ ഇപ്പോഴുള്ളതെന്നും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അനുകൂലമാകുമെന്നും ഇടത് കേന്ദ്രങ്ങൾ പറയുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന് കിട്ടിയ വോട്ടുകളിൽ ഭൂരിഭാഗവും കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളാണെന്നും ഇത് നല്ലൊരു പങ്ക് ഇടത് പെട്ടിയിൽ വീഴുമെന്നും LDF കണക്കുകൂട്ടുന്നു. NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട് SNDP നിലമ്പൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി കൂടിയായതിനാൽ SNDP വോട്ടുകളിൽ NDAക്ക് കണ്ണുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന ഗിരീഷ് മേക്കാട് ഇവിടെ 12,200 വോട്ടുകൾ നേടിയിരുന്നു. CPMന് 65,000-ലധികം വോട്ടുകളുള്ള മണ്ഡലമാണ്. സ്വന്തം വോട്ട് ഉറപ്പിക്കുകയും നിഷ്പക്ഷ വോട്ടുകൾ സമാഹരിക്കാനുമായാൽ ജയിച്ചു കയറാനാകുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. 200 ദിവസം കൊണ്ട് മണ്ഡലത്തിൽ 200 കോടിയുടെ വികസനം കൊണ്ടുവന്നുവെന്നാണ് MLA ആര്യാടൻ ഷൌക്കത്തിന്റെ അവകാശവാദം. 7 പഞ്ചായത്തുകളും ഒരു നഗരസഭയും അടങ്ങുന്നതാണ് നിലമ്പൂർ മണ്ഡലം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും UDFനൊപ്പമാണ് നിലയുറപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.